ഈവനിങ് എവ്രിബഡി. മൂന്നാമത്തെ തവണയും വിമതയിൽ വന്നതിൽ വളരെ സന്തോഷം. വിമത ഒൺലി ഫോർ വിമൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഫ്രീ തിങ്കേഴ്സ് കൂടി വരുന്ന ഒരു കൂട്ടായ്മയാണ്. എനിക്കൊന്നു ആദ്യത്തെ തവണ ഈ ഹാളിൽ തന്നെ ആയിരുന്നു അല്ലേ? ഫസ്റ്റ് വിമത ഇവിടെ തന്നെ ആയിരുന്നു, സെക്കൻഡ് ടൈം വേറൊരു സ്ഥലത്തായിരുന്നു, ഇത് തേർഡ് ടൈമാണ്. സ്ത്രീകളാണ് ഓൺ സ്റ്റേജ് എങ്കിലും കുറേ അധികം പുരുഷന്മാർ ഇതിൻ്റെ പിന്നിലുണ്ട്. സോ തുടക്കത്തിൽ തന്നെ ഞാൻ ആ പുരുഷന്മാർക്ക് ഉള്ള താങ്ക്സ്, നന്ദി, ഒരു കയ്യടി കൊടുക്കാം. എവ്രിബഡി ബിഹൈൻഡ് ഇറ്റ്. ഡോക്ടർ അരുൺ, സുനിൽ, ദയാനന്ദൻ, വേറെ പേരുകളൊക്കെ ഞാൻ പല പല ആൾക്കാരുണ്ട് ഇവിടെ. പാലക്കാടുള്ളവരെ പ്രത്യേകിച്ചും എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും ഈ ഒരു വിഷയം ഇന്നത്തെ മ്യൂസിക് നൈറ്റുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും പറയണമെന്ന് ഡോക്ടർ അരുൺ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു വിഷയമാണ്. നമ്മളിപ്പോൾ കൈ കൊട്ടിയല്ലോ, ഒന്നുകൂടെ കൈ കൊട്ടിയാലോ? നമ്മളിപ്പോൾ കേൾക്കുന്നത് എന്താണ്? ശബ്ദം അല്ലേ? സ്നാപ്പിംഗ് ഒന്ന് ചെയ്താലോ? ഇതേപോലെ തന്നെ. എന്ത് വ്യത്യാസം വന്നു? മുമ്പത്തേതിലും ഇതിലും എന്താ വ്യത്യാസം? കുറച്ചൊന്ന് സംസാരിക്കാം, നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ. സൗണ്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ? ശബ്ദത്തിൻ്റെ വോളിയം കൂടുക കുറയുക എന്നൊക്കെ. അതേപോലെ തന്നെ നമുക്കൊരു ഇങ്ങനെ കൈകൊട്ടിയത് മാറ്റി വേറെ രീതിയിൽ കൈകൊട്ടാൻ ഒന്ന് ശ്രമിച്ചാലോ? 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3. ശബ്ദത്തിൻ്റെ കൂടെ നമ്മൾ റിഥം, ഒരു താളം ചേർക്കുന്നുണ്ട് അവിടെ. സോ ഒരു സൗണ്ട് എന്നുള്ളത് നമ്മൾ പല രീതിയിൽ കുറച്ചൊരു മാറ്റത്തിലേക്ക് വരുന്നുണ്ട്. എനിവേ, ടോപ്പിക്കിലേക്ക് കടക്കാം. എനിക്കിങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ, നിങ്ങൾ ഇത്രയും പേരുള്ളത് കൊണ്ട് നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. സൗണ്ട് ഓഫ് മ്യൂസിക് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരികയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ശബ്ദമുണ്ട്, സൗണ്ടുണ്ട്, വോയിസ് എന്നുള്ളത്, സ്വരം എന്നുള്ളത്. നമ്മൾക്ക് സ്വരാക്ഷരങ്ങൾ എന്നൊരു കോൺസെപ്റ്റിൽ നമ്മുടെ അക്ഷരങ്ങളിലുണ്ട്. ആ ആ ഇ എ ഓ ഔ, അല്ലെങ്കിൽ വവൽസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ എ ഇ ഐ ഒ യു എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ആ എ ഇ ഇതെല്ലാം തന്നെ നീട്ടിപ്പറയാൻ പറ്റുന്നതാണ് സ്വരങ്ങൾ. സോ പായുടെ കൂടെ ആ കൂടെ വരുമ്പോൾ പാ, സ, സ്, ആ, സ, അങ്ങനെയാണ് സ്വരങ്ങൾ. ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ ഈ സൗണ്ട് ഓഫ് മ്യൂസിക് എന്നുള്ള പേരിലൊരു സിനിമയുണ്ട്, പഴയ, എനിക്കറിയാം ചിലരോട് ഇരുന്ന് തലയാട്ടുന്നു ഓൾറെഡി. സോ ഡോ റേ മീ ഫ സോ ലാ ടി, ഡോ റേ മീ ഫ സോ ലാ ടി. സോ അതിൻ്റെ ആ സിനിമയിലൊരു പാട്ടുണ്ട്, ഡോ അ ഡിയ അ ഫീമെയിൽ ഡിയ റേ. സോ ഇങ്ങനെ പാട്ടുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്വരം കണ്ടിന്യൂറ്റി വരുന്നു. ആ രീതിയിൽ സൗണ്ട്, വോയിസ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. അവിടെ താളം, അങ്ങനെ താളം, ലയം, ശ്രുതി. താളം നമ്മൾ മുമ്പേ ചെയ്ത കാര്യം തന്നെയാണ്. 1 2 1 2 3. നമ്മുടെ ജീവിതത്തിൽ ഫുള്ളും താളങ്ങളുണ്ട്. ഫുഡ് സ്റ്റെപ്പിനൊരു താളമുണ്ട്, നടക്കുന്നതിനുള്ള താളം ഇല്ലേ? NCCയിലൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മാർച്ച് ഫാസ്റ്റിന് താളം ഇല്ലേ? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അതും ആ താളമാണത്. നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അവിടെ താളം വരുന്നുണ്ട്. മെലോഡിയാണ് മുമ്പേ പറഞ്ഞ ആ ഏ ഓ,
അവിടെയാണ് ആ മെലഡി എന്നുള്ള ഒരു രീതിയിൽ വരുന്നത്. നൗ ഇതിൻ്റെയൊക്കെ ഇപ്പം മീറ്റർ എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഛന്ദസ് എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ വരുന്നത് ഒരേപോലെ തന്നെ ഉള്ള അല്ലെ ഒരു രീതിയിൽ കൂട്ടിക്കെട്ടിയ സ്വരങ്ങളും അക്ഷരങ്ങളും അതിൻ്റെ കുറേ കൂടെ ക്ലാസിക്കൽ ഫോമിലേക്ക് വരുമ്പോഴാണ് രാഗം എന്ന് പറയുന്നത്. സോ ഇതെല്ലാം തന്നെ സ്വരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. നൗ ഞാൻ ആ ടൈറ്റിലേക്ക് വീണ്ടും പോവുകയാണ്. ദ മൈൻഡ് ഓഫ് മ്യൂസിക് എന്ന് പറയുമ്പോൾ സംഗീതത്തിൻ്റെ മനസ്സ് എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ നേരത്തെ 1-2 പ്രസൻറ്റേഷനിൽ മൈൻഡ് റിലേറ്റഡ് പ്രസൻറ്റേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൈൻഡ് എന്നുള്ളതൊരു കൺസ്ട്രക്റ്റാണ്. മനസ്സ് എന്നൊന്നില്ല സത്യത്തിൽ. അത് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയാണ് നമ്മൾ മനസ്സ് എന്ന് വാക്ക് പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മളുടെ ലാംഗ്വേജിൽ അത് പറയാതെ ഇരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ലാംഗ്വേജിൽ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് മനസ്സ്. മനസ്സിലായോ, മനസ്സിലാക്കൂ, മനസ്സിലായി എന്നുള്ളത്. അതുകൊണ്ട് മനസ്സ് എന്നുള്ള പദം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. സംഗീതത്തിൻ്റെ മസ്തിഷ്കം എന്നൊക്കെ പറഞ്ഞ് ബോറാക്കണ്ടെന്ന് കരുതി സംഗീതത്തിൻ്റെ മനസ്സെന്നുള്ള രസമുള്ള എഗെയിൻ അത് ഒരു സുഖമാണ് നമുക്കത് കേൾക്കുമ്പോൾ, ഒരു രസം. മറ്റേ വാക്കിൽ ഇതിലൊരു രസം. ദ ബ്രെയിൻ ഓഫ് മ്യൂസിക്, ദ മൈൻഡ് ഓഫ് മ്യൂസിക്. കുറച്ചൊന്ന് ലൈറ്റൻ ചെയ്ത ഒരു ഫീലിംഗ് ഉണ്ട്. നൗ ഈ പറഞ്ഞ സൗണ്ടുകളെല്ലാം, സോ ഇത് ലാംഗ്വേജുമായി വളരെ ബന്ധപ്പെട്ടാണ് നമ്മളുടെ മ്യൂസിക് കോൺസെപ്റ്റ് ഇരിക്കുന്നത്. നമ്മളുടെ എന്താ പറയുക 45,000 മുൻപ് അല്ലെങ്കിൽ ആഫ്രിക്കൻ മൈഗ്രേഷൻ ഉണ്ടാവുന്നതിന് മുൻപുള്ള സമയത്ത് ആൾക്കാർ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഷ ഉണ്ടാവുന്ന സമയത്ത് ഭാഷയുടെ ഒപ്പം ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു കോൺസെപ്റ്റാണ് ഈ സൗണ്ട് എന്ന് പറയുന്നത്. സൗണ്ട് അല്ല, മ്യൂസിക് എന്ന് പറയുന്നത് ഭാഷയുടെ ഒപ്പം തന്നെ. സോ നമ്മൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അവിടെ ഒരു ദ ടാപ്പ് ആൻഡ് സ്വേ ഓഫ് മ്യൂസിക്, ഒരു പാട്ട് പാടുമ്പോൾ നമ്മൾ അറിയാണ്ട് ചിലപ്പോൾ കൈകൊട്ടും ഇല്ലേ? ഏത് പാട്ടാണ് പാടാൻ തോന്നുന്നത്? ആരെങ്കിലും ഒരു പാട്ട് പറയും, നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. മ്യൂസിക് നൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മ്യൂസിക് നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക. പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ. ഭയങ്കര ടഫാട്ടോ, എനിക്ക് പാടാനറിയില്ല. ഓക്കെ, നമ്മളറിയാതെ തന്നെ നമ്മുടെ കാലുകളൊന്ന് കൊട്ടും, നമ്മുടെ കൈ കൊട്ടും, നമ്മുടെ തലയാടും. പൊതുവേ സൊസൈറ്റി പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് ശ്രദ്ധിക്കാത്ത ആൾക്കാരാണെങ്കിൽ അത് എൻജോയ് ചെയ്യുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്ന ഒരു രസമുണ്ട്. ഓക്കെ, നൗ ഈ സ്വരം അല്ലെങ്കിൽ സൗണ്ട് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുറച്ചടുത്ത് വരുന്ന സ്ലൈഡ്സിൽ കുറേയൊക്കെ പറയാം. ടെക്നോളജി ഓഫ് മ്യൂസിക് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ഡേ ടു ഡേ നമ്മുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മൾ എണീക്കുന്നത്. അലാറം ഒരു മ്യൂസിക്കൽ പാറ്റേണിലാണ്. ഒരു പണി ചെയ്യുന്നത് പാട്ടുകൊണ്ടാണ്. പാട്ട് കേട്ടിട്ടായിരിക്കും നടക്കുന്നത്, പാട്ട് കേട്ടിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ വോയിസ്, മ്യൂസിക്, മെലോഡി ആണ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഉണ്ട്. നൗ നമ്മൾ ഏതെങ്കിലും യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കിഷ്ടമുള്ള പാട്ട് ടെക്നോളജി നമുക്ക് പറഞ്ഞു തരും. AI ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. AIക്ക് തന്നെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് തന്നെ പാട്ടുണ്ടാക്കാം. മനുഷ്യർ വേണ്ട മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. സോ കമ്പോസിങ് എന്ന് പറയുന്നത്, കമ്പോസിങ് എപ്പോഴും ഒരു ഔട്ട്സൈഡ് അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ വേണ്ട അവിടെ കമ്പോസിങ്ങിൻ്റെ ഒരു പ്രോസസ്സിൽ നിൽക്കാനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഉണരുന്നതും മുതൽ ഉറങ്ങുന്നതും വരെ ഈ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഫോണിൽ നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള വേറെ കുറേ പാട്ടുകൾ AI നമുക്ക് പറഞ്ഞു തരും, ടെക്നോളജി നമുക്ക് പറഞ്ഞു തരും. നൗ വോയിസ് ആൻഡ് സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ടെക്നോളജിയാണ് ഹിയറിംഗ് ഇംപെയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ടെക്നോളജിക്കലി സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ശബ്ദം കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള
ഡെവലപ്മെൻറ്റ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ റിസർച്ചുകൾ ഉള്ളത് ഏതൊരു ഏരിയയിലാണെന്ന് ചോദിച്ചാൽ ഈ ടെക്നോളജി ശബ്ദം വാക്കായിട്ട് കേൾക്കാൻ കംപ്ലീറ്റ്ലി ടോട്ടലി ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും വാക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ മ്യൂസിക്കായിട്ട് അവർക്ക് കേൾക്കാൻ പറ്റുന്ന ചില സാങ്കേതിക വിദ്യകൾ ഇപ്പോഴുണ്ട്. കംപ്ലീറ്റ്ലി അവർക്ക് കേൾവി ഉണ്ടാക്കി കൊടുക്കുന്ന ടെക്നോളജി അല്ല. നമ്മൾ ഹിയറിംഗ് ഇമ്പയർഡ് ആകുമ്പം പാർഷ്യലി ഇമ്പയർഡ് അല്ലെങ്കിൽ 50% മാത്രം കേൾവി ഉള്ള ആൾക്കാരുണ്ട്, 100% കേൾവി ഇല്ലാത്ത ആൾക്കാരെന്നുള്ള ലെവലിലുള്ളവർക്ക് പോലും മ്യൂസിക്കൽ നോട്ട്സ് ടെക്നോളജിക്കലി മേ ബി അതിൻ്റെ സോണിക് വേവ്സിൻ്റെ ലെവലിലായിരിക്കാം, സോണിക് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കണക്ഷൻ എന്നുള്ള സോണിക് വേവ്സിൻ്റെ ലെവൽ. നമ്മൾ മനുഷ്യർ പാടുന്ന സൗണ്ട് തന്നെ ആവണം എന്നില്ല. ടെക്നോളജിക്കൽ വോയിസസ് കേൾക്കാനുള്ള എബിലിറ്റിയിലേക്ക് ടെക്നോളജി അത്ര തന്നെ അല്ലെ കേൾപ്പിച്ച് കൊടുക്കാനുള്ള എബിലിറ്റിയിലേക്ക് ടെക്നോളജി വളർന്നിട്ടുണ്ട്. ആ രീതിയിൽ ടെക്നോളജിക്കലി നമ്മൾ മ്യൂസിക്കോട് റിലേറ്റഡ് പറയുകയാണെങ്കിൽ, ആൻഡ് അതിനോടൊപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കമ്പോസിങ് ആയാലും ഈവൻ സിംഗിങ് പോലും ഒരു സൗണ്ട് AI കൊടുത്താൽ ആ സൗണ്ടിൽ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നോളജി വന്നു കഴിഞ്ഞു അല്ലേ. നമുക്ക് നമ്മളുടെ സൗണ്ട് പാട്ട് പാടാൻ അറിയാൻ വയ്യാത്ത ഒരാളുടെ സൗണ്ട് വോയിസ് കൊടുത്താൽ അതൊരു മ്യൂസിക്കൽ ഔട്ട്പുട്ടായിട്ട് വരുന്ന AI ടെക്നോളജീസ് ഓൾറെഡി ഉണ്ട്, എക്സിസ്റ്റിംഗ് ആണ്. നമ്മൾ ചിലർക്കത് ആക്സസിബിൾ ആണ്, ചിലർക്ക് ആക്സസിബിൾ അല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ. നൗ ദാറ്റ് ഈസ് അബൌട്ട് ദ ടെക്നോളജി ഓഫ് മ്യൂസിക്. ഞാൻ ഇത് പല ഇൻസ്ട്രുമെൻറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. മ്യൂസിക് അല്ലെങ്കിൽ വോയിസ് സൗണ്ട് പറയുമ്പോൾ എപ്പോഴും വോക്കൽ മാത്രമല്ല ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു പാറ്റേണും കൂടെ അവിടെ നമുക്ക് കാണാൻ പറ്റും. മേജർലി 3 രീതിയിലാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പെർക്കഷൻ, ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന പെർക്കഷൻസ്, വിൻഡ് അല്ലെങ്കിൽ ഫ്ലൂട്ട് പോലുള്ള വായു ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, സ്ട്രിങ് ഒരു ത്രെഡയിൽ സൗണ്ട് കേൾപ്പിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതാണ് മേജറായിട്ടുള്ള ഡിവിഷൻസ്. ഞാനിത് പറയാൻ കാരണം ഞാൻ മുമ്പേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എവല്യൂഷണറിലി എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യത്തും അല്ലെങ്കിൽ എല്ലാ നാടുകളിലും ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ ഓരോ തരം ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഓരോ കൾച്ചറൽ ഡെവലപ്മെൻ്റ് ഒക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഫാക്റ്റ് ഉണ്ട് അവിടെ. സോ ഈ ഒരു സൈഡിൽ ഇന്ത്യൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതിൽ ഹിന്ദുസ്ഥാനിയും ഉണ്ട്, കർണാട്ടിക് ഇൻസ്ട്രുമെൻസും ഉണ്ട് അതിൻ്റെ അകത്ത്. ആ മിഡിൽ സെക്ഷനിൽ വെസ്റ്റേൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഗിറ്റാർ, വയലിൻ, ക്ലാർനെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ചൈനീസ്, ഈ നടുക്ക് താഴെയുള്ളത് ചൈനീസ് ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു സെറ്റാണ്. ഡൗൺ റൈറ്റ് സൈഡിൽ ടർക്കിഷ് ഇൻസ്ട്രുമെൻറ്റ്സ്, അറബിക് ടർക്കിഷ് കണക്ഷനുണ്ട്. മറ്റേതാ റൈറ്റ് അപ്പിലുള്ളത് ആഫ്രിക്കൻ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കൂടുതൽ. സോ ഇത് എല്ലാം നോക്കിയാലും ഇത് ഞാൻ മുമ്പേ പറഞ്ഞ കാറ്റഗറി 3 കാറ്റഗറിയിലുള്ള പെർക്കഷൻസ്, സ്ട്രിങ്സ്, വിൻഡ് എന്നുള്ള ലെവലിലുള്ള ഇതാണ്. അപ്പം ഇത് മ്യൂസിക് വോക്കൽ എന്നതിനോടൊപ്പം തന്നെ ടെക്നോളജി ഇതും ഒരു ടെക്നോളജിയാണ്, മനുഷ്യൻ്റെ ഒറിജിനൽ ടെക്നോളജി എന്ന് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു 45,000 years ബാക്കുള്ള എക്സ്കവേഷനിൽ നിന്നുള്ളതാണ് ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. അതൊരു ബോൺ ഫ്ലൂട്ടാണ്. ഏതൊരു മൃഗത്തിൻ്റെ എല്ല് വെച്ചിട്ട് ഫ്ലൂട്ട് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഒരു 4 ഹോൾസ് ഉണ്ട്. അത് വെച്ച് സൗണ്ട് അതൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ആദ്യത്തെ ഇൻസ്ട്രുമെൻ്റ്. എനിക്ക് അതിൻ്റെ കറക്റ്റ് പിക്ചർ കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് കാണിക്കാതെ ഇരുന്നത്. നൗ ദ മെമ്മറി ഓഫ് മ്യൂസിക്. പാട്ട് അല്ലെങ്കിൽ ഗാനം എന്ന് പറയുന്നത് നമ്മളുടെ ഓർമ്മകളിലുള്ള കുറച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള ഓർമ്മകൾ ഉണ്ടാക്കി തരുന്ന പാട്ടുകൾ ഉണ്ടാവാം. സോ മെമ്മറിയുമായി ബന്ധപ്പെട്ട് 2 രീതിയിൽ മെമ്മറിയുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. മെമ്മറി ആസ് എ കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്നുള്ളതും
മെമ്മറി ആസ് എൻ ഇമോഷണൽ റീകളക്ഷൻ എന്നുള്ളത്. ഈ കോഗ്നിറ്റീവിൻ്റെ കാര്യവും ഇമോഷൻ്റെ കാര്യവും ഞാൻ വീണ്ടും പറയുന്നുണ്ട്. എങ്കിലും മെമ്മറി എന്നുള്ള നിലയിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി, ബുദ്ധിയുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് കാണുമ്പോൾ, കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്ന് കാണുമ്പോൾ അത് എൻഹാൻസ് ചെയ്യാൻ, നമ്മളുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യാൻ, കൂട്ടാനായിട്ട് പാട്ട് പോലെയുള്ള അല്ലെ പാട്ട് രീതിയിലുള്ള കാര്യങ്ങൾ സഹായിക്കുമെന്നുള്ള സ്റ്റഡീസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ പല കാര്യങ്ങളും നോക്കിയാൽ അറിയാം, ഒരു എഴുതി വച്ചിരിക്കുന്ന പ്രോസിനേക്കാൾ പോയംസ് അല്ലെങ്കിൽ സോങ്സ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നമ്മളുടെ ട്രഡീഷണൽ കോൺസെപ്റ്റിൽ ഇപ്പം എന്താണ് മന്ത്രം എന്നുള്ള രീതിയിലുള്ള മന്ത്രസൂക്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകളിൽ ഒരു മ്യൂസിക്കൽ രീതിയിലാണ് പലപ്പോഴും ഇത് എഴുതി വച്ചിരിക്കുന്നത്. അത് എന്താ പറയുക, ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊരു മ്യൂസിക്കൽ നോട്ടുണ്ട്. ഒരു കഥ പറയുന്നതും ഒരു കഥ വേറെ വേറെ രീതിയിൽ പറഞ്ഞു പോകുമ്പോൾ ഒരു മ്യൂസിക്കൽ നോട്ട് വരുന്നത് പലപ്പോഴും ഒരേപോലെ തന്നെ 10 പേര് പറയുന്ന രീതിയിൽ നിർത്തുന്നത് അതിൻ്റെ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റിയാണ്. നമ്മൾ പോയംസ് അല്ലേ, ചില രീതിയിൽ പോയംസ് അല്ലെങ്കിൽ കവിതകൾ എഴുതുന്നത് ആവാം. ഫോക്ലോർ, കഥകൾ, ഫോക്ലോർ എന്ന് പറയുമ്പോൾ കഥകളായിട്ടല്ല, ഈ ഈണത്തിൽ പറയുന്ന കഥകൾ എന്നുള്ള രീതിയിൽ. സോ മെമ്മറിയുടെ ഭാഗമായിട്ട് കോഗ്നിറ്റീവ് ഫങ്ഷൻ ഞാൻ കുറച്ചുകൂടെ അടുത്ത് വരുന്ന സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. സാധാരണ ആൾക്കാർ പറയാറുണ്ട് മ്യൂസിക് ഹെൽപ്പ് പീപ്പിൾ ഫോർഗെറ്റ് എവറിത്തിങ് എൽസ്. അതായത് വേറെ എല്ലാം മറക്കാൻ പാട്ട് കൊണ്ട് സാധിക്കുമെന്ന്. നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണെങ്കിലും പാട്ട് കേട്ടാൽ അതൊക്കെ മറന്ന് പാട്ടിൽ മുഴുകാനാകുമെന്ന് അതൊരു കോമൺ നോളജ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്. എങ്ങനെയാണ് മെമ്മറി നമ്മുടെ ഓർമ്മകൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പ്രണയത്തിലായിട്ടിരിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഫസ്റ്റ് ലവ്, ആദ്യം പ്രണയം തോന്നിയ ആളെ കണ്ടപ്പോൾ നമ്മൾ കേട്ട പാട്ടുകൾ, അല്ലെങ്കിൽ ആദ്യം പ്രണയിച്ച ആളുടെ കൂടെ ഇരുന്ന് പാടിയ പാട്ടുകൾ, അതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും നിലനിൽക്കാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. ഈ നൊസ്റ്റാൾജിയ എന്നുള്ളതിൽ ബ്രെയിനിൻ്റെ വേറെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. എങ്കിലും ബേസിക്കലി പഴയ ഓർമ്മകളെ നമ്മൾ താലോലിക്കുന്ന ഒരു രീതിയിലും കൂടെ നൊസ്റ്റാൾജിയ പറയാറുണ്ട്. സോ ഇതെല്ലാം തന്നെ മെമ്മറി, അല്ലെങ്കിൽ ഒരു പഴയ കാലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് പാട്ടുകളായിട്ടും ഇത്തരത്തിലുള്ള ഈ കോൺസെപ്റ്റുകളായിട്ടുമാണ്, നമ്മളുടെ ഇഷ്ടങ്ങളായിട്ടുമാണ് അത് വരുന്നത്. നൗ ഇമോഷൻസ് ഓഫ് മ്യൂസിക്, അതായത് മ്യൂസിക്കിൻ്റെ പാട്ടുകളോട്, ഈ ഒരു സംഗീതത്തോട് കണക്ട് ചെയ്തിരിക്കുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ വൈകാരികത എന്നുള്ളത്. അതിലേറ്റവും ആദ്യം നമ്മൾ ഇമോഷണൽ റെസൊണൻസ് എന്ന് പറയും. ഒരു വിഷമമുള്ള പാട്ട് കേട്ടാൽ നമുക്ക് വിഷമം വരും, ഭയങ്കര അടിപൊളി പാട്ട് കേട്ടാൽ നമ്മൾ കുറച്ചൊന്ന് ഓക്കെ ആകും. സോ ആ ഒരു ജോയ്, നമ്മുടെ ഇമോഷൻസ് ഏതായാലും ബേസിക് ഇമോഷൻസിനെ അതിനോട് കണക്ട് ചെയ്യാൻ, റെസൊണേറ്റ് ചെയ്യുക എന്നുള്ളത് അതിനോട് താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റും. സോ ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗീതമാണെങ്കിൽ ജോയ് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ്റ്റേഴ്സ് ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ ഉന്മാദം തരുന്ന പാട്ടുകളാണെങ്കിൽ അതിനോട് ഇമോഷണലി അത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. മെലങ്കോളി എന്ന് വെച്ചാൽ വിഷമമാണെങ്കിൽ അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കറിയാം കുറേ ആൾക്കാരുണ്ട് വിഷമം വന്നാൽ ഏത് തരത്തിലുള്ള പാട്ട് കേൾക്കാനാണ് ഇഷ്ടം? വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ പോയി ആരെങ്കിലും അടിപൊളി പാട്ട് കേൾക്കുമോ? നമ്മളൊരു ലോ മൂഡിലുള്ള പാട്ട് കേൾക്കാൻ തോന്നും വിഷമം വരുമ്പോൾ. സോ അവിടെയാണ് ഇമോഷണൽ റെസൊണൻസ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ എല്ലാവരും കൂടെ വേണമെങ്കിൽ ഒരു പാട്ട്, എനിക്ക് പാടാൻ അറിയുന്നവരാരും ഇല്ലേ? എനിക്ക് കുറച്ച് സപ്പോർട്ട് വേണമായിരുന്നു. കൺമണി അൻപോട് കാതലൻ
நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இந்த சௌக்கியமே லாலி 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 லே லாலி லாலி லே na 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 oh oh la 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 na 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 na. ഈ പാട്ട് വീണ്ടും പുതിയൊരു സിനിമയിൽ വന്നപ്പോൾ തമിഴ്നാട്ടിലെ തിയേറ്ററിലുള്ള റെസ്പോൺസ് ഭയങ്കരമായിരുന്നുവെന്നും അതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ വന്ന് കണ്ടു. എന്തുകൊണ്ടാണ് അവിടെ അത്രയും ഒരു റെസ്പോൺസ്? മലയാളം സിനിമയിൽ മലയാളികൾക്ക് തോന്നാത്ത എന്താണ് ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസാണ് അവിടെ വന്നത്. അതിൻ്റെ സംവിധായകൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടതിൽ അവർ പറയുന്നുണ്ട്, ആ ഒരു പാട്ട് ഇത് മനിതർ കാതലല്ലേ അതും മീതെ പുനിതമായത് അല്ലേ, അങ്ങനെ ഒരു ഡയലോഗ് വരുമ്പോൾ ആൾക്കാർ കൈയടിച്ച് കരയുന്നതായിട്ട് ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെയാണ് ഈ ഇമോഷണൽ റെസൊണൻസ് എന്ന് പറയുന്നത്. 30-35 വർഷം മുമ്പ് ആൾക്കാർ കണ്ട ഒരു സിനിമ, എക്സ്പീരിയൻസ് ചെയ്ത ഒരു സിനിമാ ഗാനം അവർ വീണ്ടും തിയേറ്ററിൽ സ്ക്രീനിൽ കാണുമ്പോൾ അവർ ആ ഇമോഷനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് അവരിൽ ഉണ്ടാവുന്ന ഇമോഷണൽ പാറ്റേൺ വരുന്നത്. അവിടെ സാഡ്നെസ് ഉണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഈ പറഞ്ഞ എക്സ്റ്റസി, ഹാപ്പിനെസ്, ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. ഒരു മെലങ്കോളിക്കൽ സോറോ അല്ലെങ്കിൽ വിഷമമുള്ള ഒരു സ്റ്റേജിൽ നിന്നും ഒരു ഭയങ്കരമായ ഹോപ്പിലേക്കൊക്കെ പോയ തരത്തിലാണ് ആ മൂവിയിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അവർ എത്ര പർപ്പസ്ലി ഉപയോഗിച്ചാലും അല്ലെങ്കിലും അത് ഭയങ്കര രസമായിട്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മളുടെ തലച്ചോറ് എങ്ങനെയാണ് സംഗീതത്തെ പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇത് മെമ്മറിയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ആദ്യത്തെ ആ ഒരു പിക്ചർ കൊടുത്തത് ഒരു മ്യൂസിക് കൺസേർട്ടിൽ പോയി നമ്മളറിയാതെ തന്നെ പാടുക ചെയ്യാറുണ്ട്. എനിക്കറിയില്ല എത്ര പേർക്ക് ഇവിടെ 1960s വളരെ ഫേമസ് ആയിരുന്ന സൈമൺ ആൻഡ് ഗാർഫുങ്കൽ ഹലോ ഡാർക്ക്നെസ് മൈ ഓൾഡ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന പാട്ടുകളുണ്ട്. അവരുടെ അതായത് 1960കളിൽ US ഉള്ള സ്ഥലങ്ങളിലൊക്കെ 10,000 അവിടെ നിന്ന് ആ പാട്ടിൻ്റെ ഒപ്പം കൈവീശി ഐ സീ 10,000 പീപ്പിൾ മേ ബി മോർ എന്നുള്ള ലിറിക്സ് വരുമ്പം ആ ആൾക്കാരുടെ ആരവം കേൾക്കാൻ പറ്റുന്നത് അവിടെ നിന്ന് കേൾക്കുന്നവർ അവരുടെ ഇമോഷണൽ റെസൊണൻസ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. ആ പാട്ട് ആ വരികൾ അവർ അവരുടേതായി മാറ്റുന്നത് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെയാണ് ചില പാട്ടുകൾ പോപ്പുലർ ആവുന്നതും ചില പാട്ടുകൾ വളരെ നല്ല പാട്ടുകൾ ആൾക്കാരിലേക്ക് എത്തുന്നതും അല്ലെങ്കിൽ ചില നല്ല പാട്ടുകൾ ആൾക്കാരിലേക്ക് എത്താതെ ഇരിക്കുന്നതുമൊക്കെ. സോ ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു വിഷ്വലാണ്. അവിടെയാണെങ്കിലും താളം പിടിക്കുന്നത് അവിടെ നിൽക്കുന്ന ഓരോരുത്തരും ഒരു ഇമോഷണൽ റെസൊണേഷൻ അവിടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് അവർ ആ കൈ ഇങ്ങനെ വെക്കുന്ന അവർക്ക് തോന്നും അവരാണ് ചെണ്ട കൊട്ടുന്നതെന്ന്. അത്തരത്തിലാണ് അവിടെ സംഭവിക്കുന്നത് ഇമോഷൻസ് ആണ്. അവരുടെ ഇമോഷൻസിനെ ആണ് അവിടെ അവരൊരു എക്സൈറ്റ് ചെയ്യപ്പെടുന്നത്. നൗ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ വിഷയത്തിന് ഞാൻ മൈൻഡ് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞുവെങ്കിലും പ്രധാനമായിട്ടും ഇറ്റ് ഈസ് ഓൾ ഇൻ അവർ ബ്രെയിൻ. നമ്മുടെ തലച്ചോറിലാണ് ഇതെല്ലാം നടക്കുന്നത്. പഴയ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് ഈ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് പഴയ റിസർച്ചുകൾ പ്രകാരം ഐ തിങ്ക് ലെഫ്റ്റ് ബ്രെയിനിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും റൈറ്റ് ബ്രെയിനിൽ മ്യൂസിക് ഡെവലപ്മെൻറ്റും എന്നായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റഡീസ് റിസർച്ചുകൾ കാണിക്കുന്നത് ബ്രെയിനിൻ്റെ എല്ലാ ഏരിയയും ബ്രെയിനിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആകുന്നു. അതായത് നമ്മൾക്ക് ഒരു ഭാഗവും തലച്ചോറിൻ്റെ ഒരു ഭാഗവും ഇല്ല മ്യൂസിക് തൊടാത്തതായിട്ട്. അല്ലെ, നമ്മൾ നെയിം ചെയ്തിട്ടുള്ള ഏതൊക്കെ ഭാഗങ്ങൾ നമ്മളുടെ തലച്ചോറിലുണ്ടോ അവിടെയെല്ലാം മ്യൂസിക് ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റഡി
ഇപ്പോഴത്തെ സ്റ്റഡീസ് കാണിക്കുന്നത്. സോ ഞാനിവിടെ ബ്രെയിൻ അതെങ്ങനെയാണ്, അത് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് നമ്മളുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് സൊസൈറ്റി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആഫ്രിക്കൻ മൈഗ്രേഷൻ്റെ സമയത്തിന് മുൻപ് ഒരു സമൂഹം വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ ലാംഗ്വേജ് വളർന്നു വരുന്നു, അവിടെ മ്യൂസിക് വളർന്നു വരുന്നു. നമ്മുടെ നാട്ടിലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുപ്പത്തിലൊക്കെ പറമ്പിലൊക്കെ പോവില്ലേ, ഒരാൾ ഈ പറമ്പിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്ററ്റത്തേക്ക് എന്താ ചെയ്യുന്നേ, കൂയി പറയാറില്ലേ, മോനെ പോയി. എങ്ങനെയാ നിങ്ങളൊക്കെ ചെയ്യാറുള്ളത് ചെറുപ്പത്തിൽ? ഇടയ്ക്ക് നമ്മുടെ ഇപ്പം മീൻകാരൻ ചേട്ടന്മാർ മാത്രം അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കേൾക്കാറുള്ളൂ. ആണോ? വെരി ഗുഡ്. ചേട്ടാ ചോറുണ്ണാൻ വാ കൂയി, കൂയി പൂയി. ആ ഒരു അതും കൂയിങ് ഒരു കമ്മ്യൂണിക്കേഷനാണ്, അവിടെ ഒരു മെലഡി ഉണ്ട്. സോ ഈ ഒരു ഇനീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, സൊസൈറ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇനീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഈ കൂയിങ്ങിൽ വരുന്നു. അതേ കാര്യം തന്നെ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ വരുമ്പോഴും, ഒരു കുട്ടി ഉണ്ടായി ആദ്യം പറയണത് വാക്കുകളല്ല, സ്വരങ്ങളാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സ്വരം ഊ ആ മാ സൗണ്ട്സ് ആണ് വരുന്നത്, വോയിസസ് ആണ്. സോ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ ഇത് ഇപ്പം നമ്മൾ ഒന്നുകൂടെ മുമ്പേ പറഞ്ഞ പോലെ ലാ ല ലാ 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 ല ലാ ല ലാ 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 ല ലാ ല ലാ ഹമ്മിങ്. സൊസൈറ്റി ഇരുന്ന് നമ്മളൊരു സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ചിരുന്ന് പാടുന്നത്, ഒരുമിച്ചിരുന്ന് ഹം ചെയ്യുന്നത്, വഞ്ചി തുഴയുമ്പോൾ അല്ലേ, വള്ളം, ഒരു ജോലി ചെയ്യുമ്പോൾ ഒരുമിച്ച് ഒരു റിഥം ഉണ്ടാക്കിയെടുത്തിട്ടാണ് പല പല കാര്യങ്ങൾ. നമ്മൾ എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ ഈ വല്യമ്മച്ചയൊക്കെ ഇരുന്ന് നെല്ല് അല്ലെ അരി പാറ്റുമ്പം ഒരു പ്രത്യേക താളമുണ്ട് അതിന്, ടപ്പേ 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 ടട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് ചെറുപ്പത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മളുടെ റിഥമിക്കായിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റൽ, സോഷ്യൽ ഡെവലപ്മെൻറ്റലായിട്ടും ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റലായിട്ടും ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇത് വരുന്നതാണ്. ഓക്കെ, നൗ എല്ലാ ആർട്ട് എക്സ്പ്രഷൻസും ഞാൻ മുമ്പേ കാണിച്ച ആർട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവുന്നത് പോലും ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പം കൾച്ചറൽ ഡെവലപ്മെൻറ്റ്, ആർട്ടിസ്റ്റിക് ഡെവലപ്മെൻ്റ് ഒക്കെ ഈ ഒരു ഡെവലപ്മെൻറ്റ് ഒരുമിച്ചുള്ള ഇങ്ങനെയുള്ള ഒരു മ്യൂസിക്കൽ കാര്യത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ വരുന്ന ആർട്ട് ഡെവലപ്മെൻറ്റും കൾച്ചറൽ ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഫ്രീ തിങ്കിങ് അല്ലെ റാഷണൽ രീതിയിൽ ചിന്തിക്കുമ്പം ചിലപ്പം ചില പാട്ടുകളൊന്നും പാടാൻ പറ്റൂല, കാരണം അതിൻ്റെ ഒരു ഇതുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ പാടാൻ ഇഷ്ടമുള്ളൊരിതാണ് എന്താ, ഒന്നാനാം മാമലമേലെ ഒന്നല്ലോ മയിലാടുന്നു, ആര് ചൊല്ലിട്ടാടുന്നെൻ്റെ ദേവദാരു പൊന്മയിലേ നീ, യക്ഷികളും മാമുനിമാരും ചൊല്ലിട്ടത്രേ ആടുന്നു, കൊള്ളാം കൊള്ളാം പൊന്മയിലേ നീ നാളെ വന്നൊന്നാടാമോ. ആർക്കും അറിയില്ലേ പാട്ട്? നമുക്ക് പറയാൻ പറ്റുമോ യക്ഷികളും മാമുനിമാരും ഒക്കെ വന്ന് പറഞ്ഞിട്ടാണ് പാടുന്നതെന്ന് മയിലിൻ്റെ അടുത്ത്. സോ റാഷണലി ചിന്തിക്കുമ്പോൾ നമ്മൾ മേ ബി റാഷണലിസ്റ്റ് ആയിട്ടുള്ളവർ റാഷണലിസ്റ്റുകൾക്ക് വേണ്ടി പാടാനുള്ള പാട്ടുകൾ എഴുതേണ്ടി വരും. അല്ലാണ്ടുള്ള ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മീനിങ് അല്ല, പക്ഷെ വി എൻജോയ് ദാറ്റ്. മീനിങ് നോക്കിയാൽ ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചില പാട്ടുകൾ. നൗ ഡെവലപ്പിംഗ് ബ്രെയിനിൻ്റെ എക്സ്പീരിയൻസസ് ഉണ്ട് ഒരുപാട്. അതായത് തീർച്ചയായിട്ടും നമ്മുടെ താരാട്ട് പാട്ടുകളെല്ലാം തന്നെ രാരേ രാരീരം രാരോ, സോ അല്ലെങ്കിൽ ആവാവോ, വെറുതെ രാരോ രാരോ എന്നൊരമ്മ പറയണത് പോലും എല്ലാവരും പാട്ടുകാരാണ്, നമ്മളെല്ലാവരും പാട്ടുകാരാണ്. നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ അതുണ്ട്. കുട്ടികളുടെ ബ്രെയിനിന് അത് ആവശ്യമുള്ളത് കൊണ്ടാണ് എവിടെയോ നമ്മുടെ സൊസൈറ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് താരാട്ട് പാട്ടുകളൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അതിപ്പം തന്നെന്നും താനെന്നും താളത്തിലാടി ഇതെല്ലാം ആണെങ്കിലും
ചൈൽഡ്ഹുഡ് ചിൽഡ്രൻ സോങ്സുകളാണെങ്കിലും ഇപ്പോൾ കിൻഡർ ഗാർഡനിൽ സോങ്സൊക്കെ ആണെങ്കിലും ഒക്കെ സോങ് ആയിട്ട് വരുന്നത് ചൈൽഡ് ഡെവലപ്പിംഗ് ബ്രെയിനിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. സോ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ മുമ്പേ പറഞ്ഞ നൊസ്റ്റാൾജിയ എന്നുള്ള വാക്ക്. ഈ മ്യൂസിക് എക്സ്പീരിയൻസ് നമ്മൾ ചെറുതിലേ മുതലേ കേട്ട് വരുന്നത് നമ്മളുടേതായി മാറുന്ന ചെറുതിലേ മുതലേ കേട്ട് വരുന്ന നമ്മളുടേതായിട്ട് മാറുന്ന എക്സ്പീരിയൻസസ് ഉണ്ട്. എന്താ പറയുക, ഞങ്ങളുടെ കാലത്തെ പാട്ടുകളായിരുന്നു പാട്ടുകൾ, ഇപ്പോഴത്തെ പാട്ടൊക്കെ എന്ന് പറയുന്ന ഓരോ ജനറേഷനും അത് പറയും. കാരണം അവിടെയും ഈ ഡെവലപ്പിംഗ് ബ്രെയിനിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. പ്രത്യേകിച്ചും അഡോളസൻ്റ് ബ്രെയിൻ, ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന അവസ്ഥയിൽ ബ്രെയിൻ ഇരിക്കുമ്പോൾ നമ്മൾ റെമിനിസൻസ് ബമ്പ് എന്ന് പറയുന്ന കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്കിഷ്ടമുള്ള ഓർമ്മകൾ നമ്മളുടെ ബ്രെയിൻ ശേഖരിച്ച് വെക്കുകയും നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള ഓർമ്മകൾ മറന്നു കളയുകയും ചെയ്യുന്ന ഒരു രീതി നമ്മളുടെ ബ്രെയിനിനുണ്ട്. മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് സന്തോഷമുള്ള ഓണം വരുമ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ ഓണം ബെസ്റ്റായിരുന്നു എന്ന് എല്ലാ പ്രവാസി മലയാളികളും പറയുന്നതിൻ്റെ കാര്യം നാട്ടിലെ ഓണം എന്താണെന്ന് നാട്ടിലുള്ളവർക്ക് അറിയാം. റൈറ്റ്, ഞാൻ ഓണത്തെ മാത്രം പറഞ്ഞതല്ല, ജനറലി ഇത്തരം ഡയലോഗുകൾ എവിടുന്നാണ് വരുന്നതെന്ന് നോക്കിയാൽ നമ്മളുടെ ബ്രെയിൻ ന്യൂറോപ്ലാസ്റ്റിക് ആയിട്ടിരിക്കുന്ന സമയത്തുള്ള നമ്മളുടെ എക്സ്പീരിയൻസസ് നമ്മൾക്ക് എപ്പോഴും ഗ്രേറ്റ് ആണ്. അതുകൊണ്ടാണ് ഓരോ ജനറേഷനും പറയും അവരുടെ ചെറുപ്പകാലത്തിലെ പാട്ടുകളായിരുന്നു നല്ലതെന്ന്. സോ താങ്ക്സ് ടു അവർ ബ്രെയിൻ വി ഓൾ എൻജോയ് വാട്ട് വി ഹിയർ ആസ് ചിൽഡ്രൻ ആൻഡ് ആസ് അഡോളസൻറ്റ്. ഇതിൻ്റെ കൂടെ അഡോളസൻസ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റൊമാൻസ്, നമ്മളുടെ ആദ്യ പ്രണയം, നമ്മൾ ആദ്യം പ്രണയിച്ച സമയത്ത് നമ്മൾ കേട്ട ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നു, അതിലൊരു പ്രണയം കാണുന്നു, ആദ്യമായിട്ട് ആ ഒരു സിനിമ താരത്തിനോട് അല്ലെങ്കിൽ ആ നായകനോട് നായികയോട് താതാത്മ്യം പ്രാപിച്ച് ഇമോഷണൽ റെസൊണൻസ്. ഇപ്പോൾ ഞാൻ മുമ്പേ നമ്മൾ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഒരുമിച്ച് നോക്കണം. മെമ്മറി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ബ്രെയിനിൽ ഇതെല്ലാം തന്നെ കണക്റ്റഡ് ആയിട്ട് വെക്കുന്നതിൻ്റെ പാറ്റേൺസ് ഉണ്ട്. സോ ഈ റൊമാൻറ്റിക് എക്സ്പീരിയൻസസ് എല്ലാം തന്നെ നമ്മളവിടെ നൈസ് വാവ് ആയിട്ടിങ്ങനെ പറയാറുണ്ട്. സോ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം അവർ ബ്രെയിൻ വിച്ച് ഇസ് ഇൻ എ ന്യൂറോപ്ലാസ്റ്റിക് സ്റ്റേറ്റ്. ഡെവലപ്പിംഗ് ബ്രെയിനിലുള്ള കാര്യങ്ങളാണ്. ഹോർമോണൽ ലെവല്, ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്റർ ലെവൽ പറയുകയാണെങ്കിൽ കോർട്ടിസോൾ എന്നത് സ്ട്രെസ് ഹോർമോണാണ്. പക്ഷെ കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ ലെവൽ കുറയ്ക്കാൻ ലിസണിങ് ടു മ്യൂസിക് അല്ലെങ്കിൽ പെർഫോമിങ് മ്യൂസിക് എന്നുള്ളത് സാധിക്കുമെന്നാണ് റിസർച്ചസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്റർ ലെവലിൽ 2 എണ്ണമാണ് മെയിൻലി പറയുന്നത്. ഡോപ്പമൈൻ, ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണും ഓക്സിറ്റോസിൻ. ഈ റീസെൻറ്റ് റിസർച്ചസ് ആണ് ഓക്സിറ്റോസിൻ എന്നുള്ളത് ടെക്നിക്കലി ഒരു ലവ് ഹോർമോണാണ്. നമ്മൾ പ്രണയിക്കുമ്പം ഉണ്ടാവുന്ന ഹോർമോൺസാണ് പ്രണയിക്കുമ്പോൾ ഉണ്ടാവുന്ന ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്ററാണ് ഓക്സിറ്റോസിൻ, ബ്രെയിനിലുള്ള ഒരു കെമിക്കലാണ്. മ്യൂസിക് ലിസണിങ്ങിൻ്റെ സമയത്തും ഓക്സിറ്റോസിൻ കാര്യമായി, ഡോപ്പമൈനും ഓക്സിറ്റോസിനുമാണ് കാര്യമായി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പം നമ്മൾ ഈ ഒരുമിച്ച് പാടുന്നതും ആ മെമ്മറികളൊക്കെ തന്നെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ്ഡായിട്ട് നിൽക്കും. അങ്ങനെയാണ് നമ്മളുടെ ഈ ഓർമ്മകൾ, മെമ്മറീസ് എന്ന് പറയുന്നതിലേക്കൊക്കെ നിൽക്കുന്നതിൻ്റെ കാരണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മ്യൂസിക് ആക്ടിവേറ്റ്സ് എവ്രി പാർട്ട് ഓഫ് യുവർ ബ്രെയിൻ എന്നുള്ളതാണ്. ഇതിന് ഇതൊരു ജനറലി ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് ഒരു ബ്രെയിനിൻ്റെ പാർട്ടിനും ജനറലി ഒരു ഫങ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അത് അത്ര ആക്യുറേറ്റ് അല്ല, അല്ലെങ്കിൽ അതിൽ പല രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു എന്നൊക്കെ ഇപ്പോഴത്തെ സ്റ്റഡികൾ കാണിക്കാറുണ്ട്. എങ്കിൽ കൂടി ഇപ്പം മോട്ടോർ കോർട്ടെക്സിൽ, അതായത് ബ്രെയിനിൽ മ്യൂസിക് കേൾക്കുമ്പോൾ ഈ എല്ലാ ഏരിയയും ഒരുപോലെ തന്നെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിസർച്ചസ് കാണുന്നത്. ഇപ്പം പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നതിൽ നമ്മളുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ, ലൈക്ക് പോളിഷ്ഡ് ബിഹേവിയർ, അല്ലെങ്കിൽ നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, കോഗ്നിറ്റീവ് സ്കിൽസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. സോ അവിടെ ആക്ടിവേറ്റ് ആവുന്നു. മോട്ടോ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആവും. നമ്മളുടെ
ഇമോഷൻസ് വർക്ക് ചെയ്യുന്ന അമെഗ്ഡല പോലുള്ള ഏരിയാസ് ആക്ടിവേറ്റ് ആകും. സെൻസറി കോർട്ടെക്സ്, ഇപ്പം നമ്മൾ ആദ്യം ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ ഓഡിറ്ററി കോർട്ടെക്സിലാണ് അത് വരുന്നത്. ഓഡിറ്ററി കോർട്ടെക്സിൽ ആ ശബ്ദമായിട്ട് കേട്ട് അതിൻ്റെ മെമ്മറീസ് വന്ന് അതിൻ്റെ മീനിങ്സ് വന്ന് അത് ബ്രെയിനിൻ്റെ പല ഭാഗത്തേക്കും പ്രോസസ്സ് ചെയ്യപ്പെട്ട് അതിനുശേഷം അവിടെ എന്താ പറയുക, മോട്ടോർ കോർട്ടെക്സിലേക്ക് വന്ന് വേണമെങ്കിൽ ഒരു പാട്ട് പാടുന്ന ആൾ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന ആൾ കൂടുതലും മോട്ടോർ കോർട്ടെക്സ് ആക്ടിവേറ്റ് ചെയ്യും. അയാളൊരു ഇൻസ്ട്രുമെൻറ്റ് വായിക്കേണ്ടി വരുമ്പം കേൾക്കുന്ന ആൾ കൈയടിക്കുന്നതോ താളം കൊട്ടുന്നതോ ഉള്ള രീതിയിൽ മോട്ടോർ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആകും. വിഷ്വൽ കോർട്ടെക്സ് എപ്പോഴും നമ്മൾ കാണുന്നു, പാടുന്നവരെ കാണുന്നു, പാടുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെ വായിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് കാണുന്നു, അവിടെ ആക്ടിവേഷൻ ഉണ്ടാകും. സെറിബെല്ലത്ത് നമ്മളുടെ ഡാൻസ് ഒരു ചെറിയൊരു ടാപ്പ് ആൻഡ് സ്വേ മൂവ്മെൻറ്റ്സ് ഒക്കെ തന്നെ ആക്ടിവേറ്റ് ആവുന്നു എന്നുള്ളത്. സോ റിസർച്ചസ് പ്രകാരം എല്ലാ ഏരിയയും ആക്ടിവേറ്റ് ആവുന്നുണ്ട്. സോ ദ ന്യൂറോ സയൻസ് ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത് വളരെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള പല പുതിയ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് FMRI, ഫങ്ഷണൽ MRIയും പെറ്റ് സ്കാനും കൂടെ. ഇപ്പം ഞാൻ നിംഹാൻസിൽ PhD ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് റിസർച്ചസ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രാഗ ബേസ്ഡ് റിസർച്ച് ആയിരുന്നു. FMRI വെച്ചിട്ട് ഇന്ന രാഗ കേൾക്കുമ്പോഴുള്ള നമ്മളുടെ ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ റിസർച്ച് എവിഡൻസ് ടെക്നോളജി പുതിയതാവുന്നതിനനുസരിച്ച് FMRI ബെറ്റർ ആവുന്നതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയാലും കാണാൻ പറ്റും കുറേ FMRI പെറ്റ് സ്കാൻസിൻ്റെ ഒക്കെ മ്യൂസീഷ്യൻസ് മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് FMRI ചെയ്യുമ്പോൾ ബ്രെയിനിൻ്റെ ഏതൊക്കെ ഏരിയാസാണ് ആക്ടിവേറ്റ് ആവുന്നത് എന്നുള്ളത്. ഒരാൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ അവരുടെ തന്നെ കോമ്പോസിഷൻ കേൾക്കുമ്പോഴുള്ള ആക്ടിവേഷൻ, അവർ പുതുതായിട്ടൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുമ്പം ക്രിയേറ്റിവിറ്റി ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ്. സോ അതിൽ ആക്ടിവേറ്റ് ആവുന്നത് അതെല്ലാം തന്നെ കാണുന്നുണ്ട്. നൗ വളരെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് മ്യൂസിക് പെർഫോമൻസ് വേഴ്സസ് മ്യൂസിക് ലിസണിങ് അല്ലെ എൻജോയിങ് എന്നുള്ളത്. അപ്പം ഒരാൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരാൾ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്തുള്ള അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റി ലെവൽ വളരെ ഹൈ ആണ്. പാട്ട് കേൾക്കുന്ന സമയത്തുള്ള നമ്മളുടെ ബ്രെയിൻ ആക്ടിവിറ്റി പാറ്റേൺ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. ഞാൻ അതിൻ്റെ സ്ലൈഡ്സ് കൊണ്ടുവന്നില്ല കാരണം എൻ്റെ സ്റ്റഡി അല്ലാത്തത് കൊണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഡിഫറൻസസ് ഉണ്ട് എന്നുള്ള സ്റ്റഡികളാണ്. വേറൊരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് കാണിക്കുന്നത് ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്ന ചെറിയ കുട്ടികൾ മീൻസ് ലൈക്ക് യങ്ങർ ബോയ്സ്, അഡോളസെൻറ്റ് 8 years മുതൽ അഡോളസെൻറ്റിലേക്കുള്ള, അപ്പം 6 years 8 years അവരിൽ ഓരോ വർഷവുമുള്ള സ്റ്റഡി 5 year സ്റ്റഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഓരോ ഡെവലപ്മെൻറ്റ് ഒരു ക്ലാസിക്കൽ മ്യൂസിക്കാണ്, അതായത് വെസ്റ്റേൺ ക്ലാസിക്കലാണ് ഇതിൻ്റെ അകത്തുള്ള സ്റ്റഡിയിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് നോക്കുമ്പോൾ കുട്ടികളുടെ ഈ പാട്ട് പഠിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികളിൽ അവരുടെ കോഗ്നിറ്റീവ് സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ് അങ്ങനെയുള്ള സ്കിൽസൊക്കെ തന്നെ എൻഹാൻസ്ഡ് ആവുന്നുണ്ട്. അതിനോടൊപ്പം ബ്രെയിൻ സ്ട്രക്ചറിൽ പോലും വ്യത്യാസം വരുന്നുണ്ടുള്ള FMRI സ്റ്റഡീസ് ഇപ്പം വരുന്നുണ്ട്. നമ്മൾ മ്യൂസിക് തെറപ്പി ആയിട്ട് ഉപയോഗിക്കുന്ന ഏരിയാസ് ഉണ്ട്. ഞാൻ പറയും മ്യൂസിക് തെറപ്പി എന്നുള്ളതും മ്യൂസിക് ആസ് തെറപ്പി എന്നുള്ളതും രണ്ടും രണ്ട് രീതിയിൽ മനസ്സിലാക്കണമെന്ന്. എല്ലാ രോഗങ്ങൾക്കും ചികിത്സ മ്യൂസിക് കേൾക്കുന്നതാവില്ല, അല്ലെ മ്യൂസിക് തെറപ്പി ആവില്ല. ചില ആൾക്കാർക്ക് ചില തരത്തിലുള്ള ഡെവലപ്മെൻറ്റിന് മ്യൂസിക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി, ഇപ്പം റീഹാബ് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിൽ റീഹാബിലൊക്കെ മ്യൂസിക് ഉപയോഗിച്ച് അവർക്ക് അവരുടെ ഒരു എൻഗേജിങ് ടൈമായിട്ടും എടുക്കാൻ പറ്റും. ചില സമയങ്ങളിലൊക്കെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ അത് റിസർച്ച് ഒരു ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള എവിഡൻസസ് ഒന്നും നമുക്ക് അതിൻ്റെ അകത്തില്ല എങ്കിൽ കൂടി എൻ്റെ കുറച്ച് എക്സ്പീരിയൻസസ് ഉള്ളത്, ഒന്ന് ടെർമിനലി ഇല്ലായിട്ടുള്ള ആൾക്കാരിൽ ഈ റെഗുലറായിട്ട് മ്യൂസിക് കേൾക്കുന്നത് അല്ലെ മ്യൂസിക് തെറപ്പി എന്ന് പറയുന്നത് സർട്ടിഫൈഡ് ആയിട്ടുള്ള മ്യൂസിക് തെറപ്പിസ്റ്റ് ഇന്ത്യയിലുണ്ട്, കുറവാണ്.
പുറം നാട്ടുകളിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വെറുതെ ഇരുന്നിട്ട് പാട്ട് പാടുന്നത് മ്യൂസിക് തെറപ്പി ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം മ്യൂസിക് തെറപ്പി പ്രോസസ്സിനൊരു ഷെഡ്യൂൾ ഉണ്ട്. നൗ ഞാൻ തുടക്കത്തിൽ എപ്പോഴും ബ്രെയിനിൻ്റെ ഇതിൽ പറഞ്ഞപ്പോൾ ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞ ആ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. അതായത് റൈറ്റ് ബ്രെയിൻ ഫോർ മ്യൂസിക്കും ലെഫ്റ്റ് ബ്രെയിൻ ഫോർ ലാംഗ്വേജ് എന്നും. സോ ലാംഗ്വേജ്, അതായത് സ്ട്രക്ചറൽ ഡാമേജ് വന്നിട്ടുള്ള, അതായത് ലെഫ്റ്റ് ബ്രെയിനിന് പ്രശ്നം വന്നിട്ടുള്ള ആൾക്കാർക്ക് മ്യൂസിക് ലാംഗ്വേജ് സ്കില്ല് പോയ ആൾക്കാർക്ക് പക്ഷെ മ്യൂസിക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റഡീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് നടക്കുന്നുണ്ട്. ഇപ്പം ഒരു മ്യൂസിക് ലെഫ്റ്റ് ബ്രെയിൻ ആക്ടിവിറ്റി, ലാംഗ്വേജ് ആക്ടിവിറ്റി ഇല്ല. സോ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ നോക്കൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അവിടെ നോക്കൂ പാടാൻ പറ്റും. സോ ബ്രെയിൻ ആക്ടിവിറ്റി രണ്ടാകുമ്പോൾ ലാംഗ്വേജ് ലൂസായെങ്കിലും മ്യൂസിക്കൽ സ്കില്ല് കൊണ്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓട്ടിസം പോലുള്ള കണ്ടീഷൻസിലും എൻ്റെ ഒരു സിംഗിൾ ക്ലയൻറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, അഡോളസൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഐ ഹാഡ് ദിസ് ക്ലയൻറ്റ് വേർ അവരുടെ വീട്ടിൽ കുറച്ച് ഹിന്ദുസ്ഥാനിയൊക്കെ പഠിക്കുന്ന ആൾക്കാരായിരുന്നു. സോ തബല പഠിക്കാനായിട്ട് ഈ കുട്ടി, ഒരു ബോയാണ്, തബല പഠിക്കാനായിട്ട് അവരാദ്യം വിചാരിച്ചു. മാഷ് പക്ഷെ വന്ന് ഈ കുട്ടി പഠിക്കുന്നില്ല. സോ നമ്മൾ ആ മാഷിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് മാഷിൻ്റെ ജോലി വരിക, 1 മണിക്കൂർ തബല വായിക്കുക, പോവുക. ഒരു 6-7 മാസം അങ്ങനെ ആയിരുന്നു. ആളിടയ്ക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായി. കാരണം കുട്ടിയൊന്നും പഠിക്കുന്നില്ല. സാരമില്ല, കുട്ടി പഠിക്കണ്ട, നിങ്ങൾ വന്ന് തബല വായിച്ചിട്ട് പോയിക്കോളൂ. അങ്ങനെ പതുക്കെ ആ ചൈൽഡിനെ കുറച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയ ആ കുട്ടി. പക്ഷേ ഒരു വലിയ ഡിഫറൻസ് ആ ഒരു ബോയ് ഒരു വിത്തിൻ 2 ഇയേഴ്സ് ഇവർക്ക് 2 മണിക്കൂർ വരെയുള്ള കൺസേർട്ട് ഈ ബോയ് ഇരുന്ന് കേൾക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. സോ അവിടെ അറ്റൻഷൻ സ്പാനിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്, ആക്ടിവിറ്റി ലെവലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഇൻഡിവിജ്വൽ ഇൻ്റർവെൻഷനാണ്. ഒരു സമീർ ചാറ്റർജി തബലിസ്റ്റാണ്. അഗെയിൻ ആള് ഇന്ത്യനാണ്, ഫ്രം കൽക്കട്ട, സെറ്റിൽഡ് ഇൻ US. അഫ്ഗാനിസ്ഥാനിൽ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഓട്ടിസം റിലേറ്റഡ് ചിൽഡ്രൻ വിത്ത് ഓട്ടിസം അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലെ മ്യൂസിക് തെറപ്പി തന്നെയാണ് അവർ ചെയ്യുന്നത്, രാഗ ബേസ്ഡ് മ്യൂസിക് തെറപ്പി. സോ കുട്ടികളുടെ ആക്ടിവിറ്റി ലെവൽ ഒരുപാട് ഓടിച്ചാടി കളിക്കുന്നത് കുറയുന്നു, ഇവരിതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര വലിയ ചേഞ്ച് ഒന്നും ഇതുകൊണ്ടൊരു അവസ്ഥ മാറുകയില്ല, പക്ഷേ കുറച്ച് അവരുടെ ചില സ്കിൽസ്, കോഗ്നിറ്റീവ് സ്കിൽസൊക്കെ ഡെവലപ്പ് ആകാൻ സഹായിക്കാം. സോ ഓട്ടിസം, സ്ട്രോക്ക്, ബ്രെയിൻ ഇഞ്ചുറിയുടെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു. മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ, ഇപ്പം നമ്മൾ ഏതൊരു മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുടെ അടുത്തും ചിലവർക്ക് പാട്ട് വളരെ സന്തോഷം കൊടുക്കുന്നതാണ്, ചില ആൾക്കാർക്ക് അത് ഹൈലി ഇറിറ്റേറ്റിംഗ് ആണ്. സോ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യുമ്പം ചിലവർക്കത് പാട്ട് കേട്ടാൽ അസഹനീയമായുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമുണ്ട്. സോ മ്യൂസിക് ഈസ് നോട്ട് എ റെമഡി ഫോർ എവ്രിബഡി. അങ്ങനെയുണ്ട്. പിന്നെ പാലിയേറ്റീവ് കെയർ അല്ലെ റീഹാബിലൊക്കെ ഒരുമിച്ചിരിക്കുന്നത്, ഒരുമിച്ച് പാടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിലും ഞാൻ അതുകൊണ്ടാണ് മ്യൂസിക് ആസ് തെറപ്പി എന്നുള്ളത്, മ്യൂസിക് തെറപ്പി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ക്ലെയിം ചെയ്യുമെങ്കിലും അത് സ്ട്രക്ചേർഡായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ എല്ലാവരും ബ്രെയിനിൽ ഇത്രയും ഗുണങ്ങളുള്ളത് കൊണ്ട് അത് കോർട്ടിസോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മ്യൂസിക് പഠിക്കാനും അല്ല എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നതും ബ്രെയിനിന് വളരെ നല്ലതാണ്. നൗ കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ ഇൻട്രസ്റ്റ് നോക്കേണ്ടതുണ്ട്. ഞാൻ അവിടെ ചൈൽഡ്ഹുഡ് ടീച്ചിങ് ടു സിങ് അല്ലെങ്കിൽ ടു പ്ലേ ആൻ ഇൻസ്ട്രുമെൻറ്റ് മൈനസ് സ്ട്രെസ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ മൈനസ് സ്ട്രെസ് ഇല്ലാതെ അല്ലെ കോമ്പറ്റീഷൻ ഇല്ലാണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ്. ഡെവലപ്പിംഗ് ബ്രെയിൻ കുട്ടികളെന്നല്ല, നമ്മൾ ഇന്ത്യൻ സ്റ്റഡീസ് പ്രകാരം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഓൾമോസ്റ്റ് 20-24 വരെയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതുണ്ട്. സോ ഡെവലപ്പിംഗ് ബ്രെയിനിൽ മ്യൂസിക് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ്സ് പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ കോർട്ടിസോൾ കുറയ്ക്കും എന്ന് പറയുമ്പോഴും കോർട്ടിസോൾ ഒരുപാട് കൂടിയിട്ട് കുറയ്ക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. നോ ഐ ഹാഡ് അഗെയിൻ ക്ലയൻസ്, ഫ്രണ്ട്സ് ആയിട്ടുള്ളവരൊക്കെ
ചെറുപ്പകാലം മുതൽ തന്നെ അവരെ നിർബന്ധിച്ച് പാട്ട് പഠിക്കാൻ വിട്ടിട്ട് മുതിർന്നു കഴിയുമ്പോൾ ഒരു പാട്ട് കേട്ടാൽ അസഹനീയമാണെന്ന് തോന്നുന്ന തരത്തിൽ ആൾക്കാർ വളർന്നു വരുന്ന രീതിയിലുണ്ട്. അല്ലെങ്കിൽ ഹൈ കോമ്പറ്റീറ്റീവായിട്ട് പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ടായിരുന്നു, അവർ ചൈൽഡ് അബ്യൂസ് ആയിരുന്നു എൻ്റെ മ്യൂസിക് ലെസൺസ് എന്ന് പറയണേ. സെക്ഷൽ അബ്യൂസോ ഫിസിക്കൽ അബ്യൂസോ ഒന്നും അല്ല, ഈ പാട്ട് ക്ലാസ്സുകൾ എന്നുള്ളത് ആ കുട്ടിക്ക് അത്രയും, കുട്ടിയായിരുന്ന സമയത്ത് അത്രയും ഡിഫിക്കൾട്ടായിരുന്നു. പക്ഷേ ഇപ്പം മുതിർന്നു കഴിഞ്ഞപ്പം അതാണ് അറിയാവുന്ന കാര്യം. ആൾക്കാർ പാടാൻ പറയും, ഇപ്പം പാടാൻ പറയുമ്പം ചിലപ്പോൾ അവർക്ക് പാടാൻ തോന്നില്ല എന്നുള്ളത് ഈ ഒരു മെമ്മറീസ് വരുന്നത് കൊണ്ടാണ്. സോ കുട്ടികളുടെ ഇൻട്രസ്റ്റ് മേ ബി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നത് ഇതാണ്, എങ്ങനെയാണ് അവരുടെ ബ്രെയിനിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഓഫ് കോഴ്സ് പെറ്റ് സ്കാൻ FMRI ഒക്കെ നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ കുട്ടികൾക്ക് അവരുടെ ഒരു ഇത്ര കാലം മുമ്പ് ഓക്കെ നമ്മൾ പറയാം, 1 വർഷം നീ പഠിക്കൂ അല്ലെങ്കിൽ ഇത്ര കാലം പഠിക്കൂ, അത് കഴിഞ്ഞിട്ട് നീ തീരുമാനിക്കുന്നുള്ളൂ. ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾഡർ പീപ്പിളിലാകുമ്പോൾ, നമ്മളെപ്പോലുള്ള പ്രായമുള്ള ആൾക്കാരിലാകുമ്പോൾ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കാൻ ശ്രമിക്കുന്നത് ഡെഫിനറ്റായിട്ടും നമ്മുടെ ബ്രെയിനിനെ അത് ഹെൽപ്പ് ചെയ്യും. ചെറിയ രീതിയിലുള്ള ന്യൂ ലേണിംഗ് എപ്പോഴും കോഗ്നിഷന് എപ്പോഴും സഹായകരമാണ്. സോ അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ടു കൺക്ലൂഡ്, യെസ്, മ്യൂസിക്കിൻ്റെ മനസ്സ് എന്നതിനേക്കാൾ ബ്രെയിനാണ്. ബ്രെയിൻ ഡസ് എവറിത്തിങ് ആൻഡ് താങ്ക്സ് ടു അവർ ബ്രെയിൻ. താങ്ക് യു ഓൾ.